ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലോബ് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചരിച്ചു വെക്കണം എന്ന് തന്നെ ചർച്ച ചെയ്തിരിക്കണം. പക്ഷേ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ പടിഞ്ഞാറ് കിഴക്കോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എന്ന രൂപത്തിലുള്ള ചില പദങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ആ രണ്ട് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ ഭൂമി ഇരിക്കുന്നത് അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന ഉപകരണത്തെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. ഇതിന് പറയുന്ന പേര് പാരലൽ സമാന്തര ഭൂമി. ഇത് പുതിയതായ കൺസെപ്റ്റൊന്നുമല്ല. ഭൂമി ഗ്ലോബ് ഇതൊക്കെ തന്നെ. പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയാണോ ആ ഒരു സംവിധാനം സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതുമാണ്. ഇങ്ങനെ പിടിക്കുന്ന ഭൂമി ചെരിച്ച് പിടിച്ച് നമ്മുടെ അവതരണത്തിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന എന്ന രൂപമാണ്. അപ്പോൾ കേൾക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ഉപകരണം ഇത് ഉണ്ടാക്കാൻ ആവശ്യമായത് കാരണത്തിന് വേണ്ടി കുറച്ച് വലിയ ഗ്ലോബാണ്. നമ്മൾ ചെറിയ ഗ്ലോബ് മറ്റൊരു ഉപയോഗിച്ചത് ഒരു 6 ഇഞ്ചിൻ്റെ ഗ്ലോബ്, പിന്നെ മരം കൊണ്ട് ഈ രൂപത്തിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡ്, പിന്നെ വേണ്ട എന്താണ് ഒരു കമ്പി. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമാന്തര ഭൂമി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉണ്ടാക്കുന്ന നമുക്ക് ആവശ്യമുള്ള എന്താണ് ഒരു പരന്ന പലകയാണ്. ഇത് ബേസാണ്, അറിയാം ബേസ്. ഈ ബേസിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തറ വരുന്ന ഒരു സംവിധാനം വേണം. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ ഇത് നിർത്തുക എന്നത് സാഹസമാണ്, ശരിയല്ലേ? അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അതിൻ്റെ മുകളിൽ കട്ട വെച്ച് ആ കട്ടയുടെ സപ്പോർട്ട് കൂടി ഉണ്ടാകാൻ കുറച്ചുകൂടി സ്റ്റിഫായി വരും, മനസ്സിലായോ? പിന്നെ മുകളിലൊരു ആണി തറച്ച് കയറ്റണം, അല്ലെങ്കിൽ ഒരു റോഡ് തറച്ച്. ഈ രീതിയിലൊരു റോഡ് പാരലായിട്ട് ശരിയായി നിൽക്കില്ല. അതുകൊണ്ട് മുകളിൽ കട്ട. ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡ്രില്ല് ചെയ്ത് ഈ കമ്പി കടന്നു പോകുന്ന രൂപത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കണം, അടിച്ച് ഇത്രയും ചെയ്യാമോ? പിന്നെ അതിൻ്റെ മുകളിലൊരു ഗ്ലോബ് സ്റ്റാൻഡ് അടിച്ച് ഈ രൂപത്തിൽ വെക്കണം. പക്ഷേ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമുക്ക് തിരിച്ച് പോരാൻ സ്റ്റിഫായി നിൽക്കണം. അങ്ങനെയുള്ള ചില പണികൾ നമുക്ക് അഡീഷണലായിട്ട് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയാണ് ഐസ്മോ ഇവിടെ തറഞ്ഞ് പുറത്ത് വരാതിരിക്കാൻ സെലോ ടാപ്പോ ഇൻസുലേഷൻ ടാപ്പോ നമ്മൾ ചുറ്റും ഓക്കെ ഐഡിയ കിട്ടി നമുക്കിനി നിർമ്മിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ എത്തുന്നു. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അടിച്ചാൽ, ഇങ്ങനെ രണ്ട് സമാന്തരമായി അടിച്ചാൽ പറഞ്ഞു പോരാൻ സാധ്യത, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ആണി അടിക്കുമ്പോൾ ഉറപ്പിന് വേണ്ടി ചെരിച്ചാണ് ചെരുവ് ഇങ്ങനെ ഡയഗണലാണ് വേണ്ടത്. ഒരിക്കലും ലൈനല്ല. ലൈനാണെങ്കിൽ പ്രത്യേകം കുറവാകും. രണ്ടെണ്ണോ മൂന്നെണ്ണോ അടിച്ചു സമാന്തരമാണ്. ഇപ്പം നിങ്ങളുണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു ചെറിയ തുള തുറച്ച് ഒരു കമ്പി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെരുവ് താഴേക്ക് പോകുമല്ലേ? താഴേക്ക് ഒരിക്കലും ചെരിക്കുന്നത് സമാന്തരമായി നിർത്തുക. ശരിക്കും സമാന്തരമായി നിർത്തിയിട്ട് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് അല്പം പൊക്കുകയാണ് വേണ്ടത്. 11 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ 11 ഡിഗ്രി ഹൊറിസോണ്ടൽ പൊസിഷനിൽ 11 ഡിഗ്രി, 9 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെച്ചാൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ 9 ഡിഗ്രി. ഇനി 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെച്ചാൽ 90 ഡിഗ്രി പൊക്കുക എന്നുള്ളത് അങ്ങനെ എടുത്താണ്. ശരി, അപ്പോൾ ഇതാണ് എൻ്റെ പൊസിഷൻ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 6 ഇഞ്ച് ഗ്ലോബ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നോർത്തേൺ ഭാഗം പുറത്തേക്ക് വരുന്നത്.
ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലെ പാരലൽ മനസ്സിലായോ? പക്ഷേ സദേൺ ഹെമിസ്ഫിയർ ആരാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പാരലൽ എന്ത് ചെയ്യണം? ഇനി ഈ ഇത് വെക്കുന്ന സമയത്ത് അതിനുള്ള ഊരിപ്പോരുന്നത് ലൈറ്റ് വേണ്ടേ? അതിനൊരു പണി കൂടി ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രോ ഇതിന് മുകളിൽ കറക്റ്റ് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇത്തരം കറക്റ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു സാധനം ടൈറ്റായി വെച്ചാൽ ഇതിവിടെ ലോക്കായി ഇതെങ്ങനെ പോയില്ല. അതവിടെ ഡിലീറ്റ് ചെയ്തു. മനസ്സിലായോ? ചെറിയ സംവിധാനമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പോകില്ല. ഇത് വേണമെങ്കിൽ ഇവിടെ കുറച്ച് വട്ടം കൂടിയുണ്ട്. നമ്മുടെ പഴയ സാധനം ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ കാരണത്തെ ഇങ്ങനെ കണക്കിൽ നിൽക്കണോ കുറച്ച് പുറത്ത് നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവർത്തനം. ഒരു ചെറിയ സ്ലീവ് ഇട്ട് കൊടുക്കാം. ചെറിയ സ്ലീവ് ഞാൻ ബാക്ക് സൈഡിലെ ടൈറ്റ് നിന്ന് ഇതവിടെ വെച്ചു. ഇനി ആ കാലിനകത്ത് നമ്മൾ വെക്കുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. കണ്ടില്ലേ? ഇപ്പോൾ അകത്ത് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഊരിപ്പോയല്ലോ. അതെന്ത് ചെയ്യണം? ചെറിയ ഇന്നലെ നമ്മൾ ചെയ്ത പോലെ ഇൻസുലേഷൻ ടാപ്പ് കുറച്ച് ടൈറ്റായിട്ട് ഇൻസുലേഷൻ ടാപ്പ് അല്ലാത്ത പല സംവിധാനമുണ്ട്. അവിടെ ഒരു ക്രോസ് വെൽഡ് ചെയ്യാറുള്ള പുറത്തേക്ക് വലിച്ചെടുത്താൽ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സുഖമായി താഴേക്ക് ഒരു ചെറിയ പിടുത്തത്തിന് താഴേക്ക് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാണ് പാരലൽ. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും വടക്കോട്ടേക്ക് തിരിച്ച് വടക്ക് എവിടെയാണോ വടക്കോട്ടേക്ക് തിരിച്ച് പടിഞ്ഞാറിന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുക. അല്ല പടിഞ്ഞാറിന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന ആ വാക്ക് ഒഴിവാക്കിക്കൊണ്ട് ഓക്കെ. അടുത്ത ഉപകരണം റെഡിയായി.